ചങ്ങായിമാരെ, നമ്മളെ നിമിഷപ്രിയ വിഷയത്തില് കാന്തപുരത്തോട് സംഖ്യകൾക്ക് ഇത്രമാത്രം വെറുപ്പ് വരേണ്ട കാരണം എന്താ അറിയാ? കളി മൊത്തം മാറി. ഉത്തരേന്ത്യയില് UP അടക്കമുള്ള സംസ്ഥാനങ്ങളില് ഈ കാന്തപുരത്തെ പറ്റിയുള്ള വാർത്ത വന്ന് കാന്തപുരം എന്ന ഒരു മുസ്ലിം പണ്ഡിതൻ വേറൊരു മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടീനെ രക്ഷപ്പെടുത്തി എന്നുള്ള വാർത്ത വന്ന് അത് സംഖ്യക്ക് സഹിക്കൂല. കേരളം കിട്ടിയില്ലെങ്കിലും തമിഴ്നാട് കിട്ടിയില്ലെങ്കിലും കർണാടക കിട്ടിയില്ലെങ്കിലും സംഖ്യക്ക് വിഷയമല്ല. പക്ഷെ ഉത്തരേന്ത്യയിൽ മുസ്ലിങ്ങളെ പറ്റി ഒരു നല്ലൊരു വാർത്ത, അതും തലേക്കെട്ടുള്ള ഒരാള്, തലേക്കെട്ടുള്ളവരെല്ലാം തീവ്രവാദികളാണ് UPയിൽ ഹിന്ദുക്കളോട് ഈ സംഖ്യകൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പൊ ഒരു തലേക്കെട്ടുള്ള ഒരു താടി വെച്ച മനുഷ്യൻ ഒരു പെൺകുട്ടീനെ, അതും അന്യമതപ്പെട്ടുള്ള പെൺകുട്ടീനെ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞാല് സംഖ്യക്ക് സഹിക്കുക. അത് അവിടെ അത്രയും വാർത്തയായി എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിലുള്ളതിനെയും കാട്ടി അത്രയും ന്യൂസ് ചാനൽ വാർത്തയാണ്. അവിടെ അവര് പറയുന്നുണ്ട് കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ഒന്നും പറ്റിയിട്ടില്ല. അവിടെയാണ് ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞ ഒരു ഉസ്താദ് ആ പെൺകുട്ടിയുടെ വധശിക്ഷ താൽക്കാലികമായി നിർത്തലാക്കി എന്നും പറഞ്ഞിട്ട്. അതുമാത്ര ഉത്തരേന്ത്യയിൽ സംഖ്യകൾ കേരളത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, കേരളം എന്ന് പറഞ്ഞാൽ തീവ്രവാദികൾ മാത്രമുള്ള ഒരു സംസ്ഥാനം എന്നാണ്. അതായത് മുസ്ലിം തീവ്രവാദികൾ മറ്റുള്ള മതക്കാരുടെ അടിച്ചമർത്തുന്നുള്ള പച്ച കള്ളം പ്രചരിപ്പിച്ചിട്ടാണ് അവര് പല സമയങ്ങളിൽ അവിടെ വോട്ട് നേടിയിട്ടുള്ളത്. അതായത് കേരളം പോലെ ആകാതിരിക്കണം എന്ന് പറഞ്ഞിട്ട്. പഠിച്ചോനെ, കേരളം പോലെ അങ്ങനെ അതായിട്ടുണ്ടെങ്കിൽ പിന്നെ അവരവിടെ സംഖ്യകളെ വെച്ചേക്കുക. ആലോചിച്ച് നോക്കട്ടെ. എന്നിട്ട് നേരെ ഉൾട്ട പറഞ്ഞിട്ട് കേരളം പോലെ ആകാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ മൊത്തം തീവ്രവാദികളാണെന്നും പറ്റും അങ്ങനെ പറഞ്ഞ് വിശ്വസിച്ചവരുടെ മുന്നിലേക്ക് കേരളത്തിൽ ഇത്രയും വലിയൊരു മനുഷ്യത്വപരമായ കാര്യം ഉണ്ടെന്നും പറഞ്ഞിട്ട് അവിടെ വാർത്ത പോയി കഴിഞ്ഞാൽ സംഖ്യകൾക്ക് ചൊറിച്ചിൽ വരാണ്ടിരിക്കുക. അതാണ് ഇതുവരെ നിമിഷപ്രിയക്ക് വേണ്ടി വാദിച്ചിരുന്ന സംഖ്യകളെല്ലാം ഒറ്റയടിക്ക് കാലുമാറി കേരളത്തിലേക്ക് വിളിച്ചറിഞ്ഞ് ഇവിടുന്ന് ഒരു നല്ല വാർത്ത അടത്താൻ പാടില്ലാന്ന്. ആ സമയം തൊട്ടിട്ടാണ് സംഖ്യക്ക് ഇങ്ങനെ കൂരി പൊട്ടിയത്. നമുക്കെന്തായാലും ഉത്തരേന്ത്യയിലെ മാധ്യമങ്ങളിൽ വന്ന കുറച്ച് വാർത്ത ഞാൻ കാണിച്ചു തരാം. आप देखिए जरा ये फांसी कैसे टली है। कौन से वो दो बड़े चेहरे हैं जिनका दावा किया जा रहा है, जिनकी बातचीत के बाद ये फांसी टली है। ये तस्वीर आप देख रहे हैं, पहली तस्वीर भारतीय सूफी अबू बकर मुसलियार, और दूसरी तस्वीर आप देख रहे हैं अल हबीब बिन हाफिज की तस्वीर। ये दो चेहरे जिन्हें आप देख रहे हैं, इनकी वजह से फांसी टली है। इन्होंने आपस में बात की है, यानी धर्मगुरुओं ने बात की आपस में, और उसके बाद फांसी जो 16 जुलाई को होनी थी वो टाली गई है। देखिए दोनों है कौन। सबसे पहले देखिए भारतीय धर्मगुरु अबू बकर मुसलियार, भारत की तरफ से अबू बकर साहब शामिल हुए इस बातचीत में। मुसलियार भारत के कंठापुरम के ग्रैंड मुफ्ती माने जाते हैं। केरल के अबू बकर मुसलियार सूफी परंपरा को मानने वाले हैं। 1978 में केरल के कोझिकोड में जामिया मरकज की स्थापना की थी इन्होंने। ऑल इंडिया सुन्नी जमीयतुल उलमा के महासचिव भी हैं। 2009 से 2020 तक द मुस्लिम 500 में शुमार रहे हैं। इन्होंने फोन लगाया इन्हें। ये हैं सूफी विद्वान शेख हबीब उमर यमन के, और यमन की तरफ से सूफी विद्वान शेख हबीब सामने आए, जिन्हें अल हबीब बिन सलीम बिन हाफिज के नाम से भी जानते हैं। सूफी विद्वान शेख हबीब उमर भी सूफी परंपरा को मानने वाले हैं। 1993 में इस्लामी शिक्षण संस्था दार अल मुस्तफा की इन्होंने स्थापना की थी। दुनिया भर के मुस्लिम छात्र इस संस्था में पढ़ने के लिए आते हैं, और 2009 से टॉप 50 मुसलमानों की लिस्ट में भी ये शामिल रहे हैं। सुनिए जरा अब उन धर्मगुरु, उन सूफी की बात मैं आपको सुनवाने जा रहा हूं, भारत से जिन्होंने फोन लगाया और बात की यमन में, और ये फांसी टली है। सुनिए। എവിടെയാ സഹിക്കുക? അത് രണ്ട് മുസ്ലിം കൂടിയിട്ട് വേറൊരു മതത്തിൽപ്പെട്ട ആളെ രക്ഷപ്പെടുത്തി എന്നുള്ള വാർത്ത അവിടെ എത്തിക്കഴിഞ്ഞാൽ ആരതെല്ലാം കുരുപൊട്ടെന്നറിയാം. എന്തൊക്കെ കള്ളത്തരങ്ങളാണ് കേരളത്തെ പറ്റി പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഈ കേരളത്തെ ഭീകര സംസ്ഥാനമാക്കിയിട്ടാണ് അവിടെ വിജയിക്കുന്നത് തന്നെ. അവിടെ കേരളത്തിലെ നന്മകൾ ഇങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇനി ഓരോരോ വാർത്തയായിട്ട് പുറത്തു വരുമല്ലോ കേരളത്തിൽ എന്താ അവസ്ഥ എന്നുള്ളത്. അതല്ലേ ഈ കുരുപൊട്ടുന്ന്, അതല്ലേ പണിക്കന്മാരും നമ്പ്യാമാരും വിശകലമാരും അവരെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറെ നപുംസകങ്ങളും ഇത്രമാത്രം കള്ളക്കഥകൾ പറഞ്ഞുണ്ടാക്കുന്നു. ഉത്തരേന്ത്യ മാധ്യമങ്ങൾ വരെ, സംഘപരിവാർ അനുകൂല മാധ്യമങ്ങൾ വരെ കാന്തപുരത്തിനെ പൊന്തിച്ചിട്ടാ പറയുന്നത്. അതായത് കാന്തപുരം ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ആ പെൺകുട്ടിയുടെ വധശിക്ഷ താൽക്കാലികമായി തടഞ്ഞത് എന്ന്. പക്ഷെ കേരളത്തിലുള്ള സംഖ്യകൾ പറഞ്ഞു അങ്ങനെയല്ല, നമ്മളെ കേന്ദ്രം പറഞ്ഞിട്ടാ. ഇനി ആരൊക്കെ പറഞ്ഞാലും കുത്തിത്തിരിപ്പിന്റെ അങ്ങേയറ്റെത്തിച്ച് എന്നിട്ടും ഇപ്പോഴും പ്രതീക്ഷ ബാക്കിയുണ്ട്. ആ പ്രതീക്ഷയിൽ വരെ മണ്ണിടാൻ വേണ്ടിയാണ് സംഖ്യകളുടെ ശ്രമം. ഈ ഒരു ചാനലിൽ മാത്രമല്ല, മൊത്തം ഏകദേശം 80% ഉത്തരേന്ത്യൻ ചാനലുകളിലും ഇത് വാർത്ത ബ്രേക്കിംഗ്, അത്രയും കാര്യപ്പെട്ട വാർത്തയായിട്ടാണ് കൊടുക്കുന്നത്. കാരണം ഉത്തരേന്ത്യയിലുള്ള ഒരാളെയെല്ലാം വിദേശത്ത് വധശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞാല് പിന്നെ മൈൻഡാക്കാൻ കഴിയില്ല, തീർന്ന്. കാരണം അവിടെ എന്ത് ദയാവധം, പിന്നെ അവിടെ എന്ത് സഹായം, പൈസ വിരിപ്പിച്ചിട്ട് അവരെ ഇറക്കാനാ ഉത്തരേന്ത്യ. മരിക്കുന്നതിന്റെ തലേന്നാണ് ഉത്തരേന്ത്യയിൽ വിവരം വരെ വരിക.
ഇതാ ഇന്ന പോലെ നിങ്ങൾ ആളുകളെ പിടിക്കപ്പെട്ടിട്ടുണ്ട്, നമ്മളെ നാളെ കൊല്ലാൻ പോകുന്നു, നിങ്ങൾ അവരോട് 2 മിനിറ്റ് സംസാരിച്ചു തന്നു. അപ്പോഴാണ് ഇവിടുത്തെ വീട്ടുകാർ നമ്മളെ മക്കളോ അല്ലെങ്കിൽ ഭർത്താവോ അല്ലെ ഭാര്യയോ അവിടെ ഇങ്ങനെ കൊലപാതകത്തിന് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളതെന്ന് അറിയുന്നു. ആ സ്ഥലത്താണ് ഇവര് കേരളത്തിൽ നടക്കുന്ന ഈ അത്ഭുതകരമായ കാര്യം. കേരളക്കാർക്ക് ഇത് അത്ഭുതകരമല്ല, പക്ഷെ അവർക്കതൊരു അത്ഭുതമാണ്. ഒരു ഇന്ത്യക്കാരത്തീന വിദേശത്തുനിന്ന് വധശിക്ഷ വിധിച്ചിട്ട് അവിടുന്ന് വധശിക്ഷ താൽക്കാലികമായി നിർത്തലാക്കി. അപ്പൊ അവരറിയുന്ന ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് കേരളക്കാർ നിന്ന്. അപ്പൊ ഇതൊക്കെ സംഭവിക്കുന്നുള്ള ധാരണ അവർക്ക് വന്ന്. ഇതിനു മുന്നേ അങ്ങനെ ഒരു സംഭവം നടക്കൂലാടാ, അങ്ങനെ ഒരു സംഭവമേ ഇല്ലാന്ന് പറഞ്ഞ അവിടെ ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ തീർന്നാന്ന് ഉത്തരേന്ത്യക്കാർ വിചാരം. അവരുടെ മനസ്സിലേക്കാണ് ഈ ഒരു നന്മേന്റെ വിവരം അവിടെ എത്തുന്നത്. പിന്നെ ഇവിടെ സഹിക്കാണ്ടിരിക്കുക. എത്ര ചാനലിലാന്നറിയാം വാർത്ത, ഞാൻ ഒരു ചാനലും കൂടി വെച്ചുതരാം. ഇന്ത്യയാണ് എന്നാലും കുറച്ചല്ലേ നിങ്ങൾക്ക് മനസ്സിലാവും. भारतीय नर्स नमिसा प्रिया, उनको यमन के अंदर सजाए मौत दी जानी थी. आज यानी 16 जुलाई को उनको सजाए मौत की सजा दी जानी थी. और यमन में सजाए मौत के लिए फांसी नहीं दी जाती है, बल्कि गोली मार दी जाती है. गोली मार करके हत्या कर दी जाती है. इस तरीके से वहां पर सजाए मौत दी जाती है. लेकिन यह सजाए मौत की जो सजा थी उसको टाल दिया गया. और सबसे बड़ी बात यह है कि यमन के अंदर भारत का राजदूत नहीं है. भारतीय दूतावास यमन में काम नहीं करता है. भारत की सरकार यमन में अपना दूतावास बंद कर चुकी है. और दूसरी बड़ी बात यह थी कि भारत सरकार की तरफ से इस भारतीय नर्स को लेकर के कहा गया कि हम इस मामले में जितना कुछ कर सकते थे, हमने जहां तक भी हम जा सकते थे वो सब किया, लेकिन अब हम कुछ नहीं कर सकते. लेकिन इसी बीच में एंट्री होती है भारत के ग्रैंड मुफ्ती अबू बकर साहब की. और अबू बकर साहब ने यमन के धर्मगुरु से बात की और यमन के धर्मगुरु से बात करके उनको कन्विंस किया कि आप इस सजा को रुकवा दीजिए. और यह सजा रुकवा दी गई. जिस भारतीय नर्स को आज सजाए मौत मिलनी थी, आज वो सांस ले रही है, जिंदा है. और इसके पीछे एक बहुत बड़ी वजह है भारत के ग्रैंड मुफ्ती अबू बकर साहब. കണ്ട അവിടെയൊക്കെ അബൂബക്കർ മുസ്ലിയാർ ഇങ്ങനെ വാഴ്ചപ്പാട്ടുകളാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിടെ പിന്നെ കുരുപൊട്ടാണ്ടിരിക്കുക? അവിടുന്ന് കുരുപൊട്ടുന്ന പൊട്ടലാന്ന് ഈട്ട വന്നിട്ട് ഇങ്ങനെ പൊട്ടിക്കുന്ന ഈ സംഖ്യ നാറികൾ. നിങ്ങൾ അത്രയൊക്കെ കുരുപൊട്ടിച്ചാലും സംഖ്യകളെ 1% ആ നിമിഷപ്രിയനെ രക്ഷിക്കാൻ വേണ്ടിട്ട് അവസരം ഉണ്ടെങ്കിൽ അത് മലയാളി ചെയ്തിരിക്കും. ചെയ്തിരിക്കും എന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. അതിനെന്തൊക്കെ കുത്തിരിപ്പ് ഇപ്പൊ സംഖ്യകൾ മാത്രമല്ല കുത്തിത്തിരിപ്പ്, പലരും ഉണ്ട്. എല്ലാരും കുത്തിത്തിരിപ്പാക്കിയാലും മലയാളിയുടെ നന്മ മലയാളി വിട്ടുകൊടുക്കൂല, മലയാളി കളയൂല. ആ നന്മ നിങ്ങൾ നോക്കിക്കോ, ഇന്ത്യയിൽ മൊത്തം എത്തും. കർമ്മ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. സംഖ്യകളെപ്പം കേരളത്തെ കുറ്റം പറഞ്ഞിട്ടാണ് അവിടെ വോട്ട് പിടിക്കുന്നെങ്കിൽ ഇനി സംഖ്യക്ക് ആ ഡയലോഗ് കളിക്കാനില്ല. അത്രമാത്രം ഈ വാർത്തയുടെ വന്ന് സംഖ്യകൾ ഇങ്ങനെ ഭരണം പിടിക്കുന്ന എപ്പോഴും കള്ളങ്ങൾ കൊണ്ടാണ്. ആ കള്ളങ്ങൾ ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടി കൊണ്ടുപോയി കൊടുത്തിട്ടാണ്. അതിൽ ഏറ്റവും വലിയ കള്ളങ്ങൾ കേരളത്തെ കുറിച്ചാണ് പറയുന്നത്. ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നവർക്കറിയാം ഈ കേരളമാണ് എപ്പോഴും അവരുടെ ടാർഗറ്റ്. കേരളം പോലെ ആകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് എപ്പോഴും പറയാം. കാരണം കേരളം എത്രമാത്രം തീവ്രവാദികളുള്ള സ്ഥലമാണെന്ന് പറയുന്നത്. പക്ഷെ അവിടെയുള്ളതിനൊന്നും വിവരമില്ലല്ലോ. അവരൊന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി കേരളത്തിനെ പറ്റിയിട്ട്. അതിനുള്ള വിദ്യാഭ്യാസം അവർക്കുണ്ടെങ്കിൽ അവർ ഈ സംഖ്യകൾ പറഞ്ഞ് വിശ്വസിക്കൂലല്ലോ. പറ്റും കാര്യമില്ല പാവങ്ങളെ. പാവങ്ങൾ യൂട്യൂബിൽ കാണുന്നത് ഈ സംഖ്യകൾ പറയുന്ന പൊട്ടത്തരങ്ങൾ മാത്രമാണ്. ഇതാ അവസ്ഥ. അതാണ് കാന്തപുരം എന്ന് കേൾക്കുമ്പോൾ സംഖ്യ ഇങ്ങനെ കുരുപൊട്ടുന്നത് കേട്ടാ. എന്തായാലും കാന്തപുരത്തിന്റെ പ്രയത്നങ്ങൾ സഫലമാകട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു. കാന്തപുരത്തിന്റെ വീഡിയോ പിന്നെയും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ആർക്കെങ്കിലും ഒരു മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ, നല്ല കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു, അങ്ങനെ മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എൻ്റെ ഒരു നല്ല സുലാൻ.